കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനവധി വ്യക്തികളുടെ ജീവിതം മാറ്റിമറിച്ച കാളസർപ്പദോഷം. കാളസർപ്പദോഷത്തിനെ പറ്റി നേരത്തെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാളസർപ്പദോഷമുണ്ട്. കാളസർപ്പദോഷമുണ്ട്, അനന്ത കാളസർപ്പദോഷമുണ്ട്, വാസുകി കാളസർപ്പദോഷമുണ്ട്, മഹാപത്മ കാളസർപ്പദോഷമുണ്ട്, പത്മ കാളസർപ്പദോഷമുണ്ട്. ഒരുപാട് കാളസർപ്പത്തിനെ പറ്റി വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമുക്ക് പുറകോട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. നമുക്ക് ഈ കാളസർപ്പദോഷം നിമിത്തം ഓരോ വ്യക്തികൾക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ചിലർക്കാണ് ഭയങ്കര മടിയായിരിക്കും ഉണ്ടാകുന്നത്, ചിലർക്ക് എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളായിരിക്കും ഉണ്ടാകുന്നത്, ചിലർക്കാണെങ്കിൽ രോഗങ്ങളായിരിക്കും ഉണ്ടാകുന്നത്, ചിലർക്കാണെങ്കിൽ കാളസർപ്പദോഷം നിമിത്തം അവനവൻ പറയുന്ന വാക്ക് ആരും കേൾക്കാതെ വരുന്ന അവസ്ഥ, വാക്കിന് വിലയില്ലാതെ വരുന്ന അവസ്ഥകൾ. ചിലർക്കാണെങ്കിൽ എങ്ങും ഉറച്ചു നിൽക്കത്തില്ല, ചിലർക്കാണെങ്കിൽ വിവാഹബന്ധം ഉറയ്ക്കത്തില്ല, ചിലർക്ക് സന്താനം ഉറയ്ക്കത്തില്ല, ഈ അബോഷനായി പോകുന്ന അവസ്ഥ അനവധി ഉണ്ടാകും. ചിലർക്കാണെങ്കിൽ എന്ത് ചെയ്താലും ഒരു മനസമാധാനം എന്ന് പറയുന്ന അവസ്ഥ കാണത്തില്ല. ഓരോരുത്തരെയും ഓരോ രീതിയിൽ, ഓരോ കാളസർപ്പദോഷം അനുസരിച്ച് ഓരോ രീതിയിൽ എഫക്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ പൊതുവേ ഇത് പറയപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെയാണിത് കൂടുതൽ ബാധിക്കുന്നത്. മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടെന്ന് പണ്ടുള്ള പഴമക്കാർ പറയാറുണ്ട്. അപ്പം നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യങ്ങൾ തന്നെയില്ല. അപ്പം നമ്മൾ നടന്നു പോകുമ്പോഴായപ്പോലും ചെറിയായിരിക്കും, എൻ്റെ ഫസ്റ്റ് വലത്തുകാലെടുത്ത് മോളി വെച്ചു, രണ്ടാമത് ഇടത്തുകാലാണ് പുറകിലാണല്ലോ വന്നത്, അപ്പം വലത്തേ കാലം മുന്നോട്ട് പോയി, ഈ പുറകിൽ നിന്ന ഇടത്തേ കാലോ പുറകോട്ട് പോലും ചിന്തിക്കും. എന്നാൽ അടുത്ത മുന്നോട്ട് വരാൻ പോകുന്നത് ആ ഇടത്തേ കാലം ചിന്തിക്കുന്നില്ല. അപ്പം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ജീവിതം നമ്മൾ ഒന്നേ ഉള്ളൂ. അത് നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ അത് മാറ്റിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഏത് രീതിയിലുള്ള കാളസർപ്പദോഷമായാലും നമുക്ക് തിരുപ്പതിക്ക് അടുത്ത് കാളഹസ്തി എന്ന സ്ഥലമുണ്ട്, അവിടെ പൂജകൾ ചെയ്യാറുണ്ട്. എന്നാൽ അവിടെ ചില വിഷയങ്ങളെ അവിടെ ചെയ്തിട്ട് മാറുന്നുള്ളൂ. അത് പ്രശ്നം നോക്കുമ്പോൾ ഒരു ജ്യോതിഷന് പൂർണ്ണമായിട്ട് ഏത് രീതിയിലുള്ള കാളസർപ്പദോഷമാണെന്ന് അറിയാൻ പറ്റും. അപ്പം അനന്ത കാളസർപ്പദോഷമാണോ തക്ഷവയാണോ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് ഈ പറഞ്ഞ പോലെ അവിടെ ചെയ്താൽ മതിയെങ്കിൽ അവിടെ ചെറിയ തുകയാവുള്ളൂ. അവിടെ പോയി നമ്മൾ രാഹുകേതു പൂജ ചെയ്തിട്ട് അതിന് വേണ്ടുന്ന രാഹുവിന് ബലിയൊക്കെ ഇട്ട് അങ്ങനെയുള്ള അവിടുത്തെ പൂജകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു മാറ്റം ഉണ്ടാവും. അപ്പം നമുക്ക് അതുകൊണ്ട് മാറാത്ത വിഷയങ്ങളുണ്ട്. ചിലയിടത്താണെങ്കിൽ ഒരു പനിയായാൽ പോലും ചില പനിയൊക്കെ പാരസെറ്റമോൾ കഴിച്ചാൽ മാറും. ചിലയിടത്തിപ്പം ഈ ആശുപത്രിയിൽ പോകണ്ടായോ എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ കാളസർപ്പദോഷത്തിൻ്റെ രീതിയൊക്കെ ഗ്രഹങ്ങളെ അപഗ്രഥിച്ച് കണ്ടുപിടിക്കുന്നതിലാണ് ആദ്യം കാര്യമിരിക്കുന്നത്. എന്നിട്ട് അതിന് ഒരുപാട് പരിഹാരങ്ങൾ പറയുന്നുണ്ട്. പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാളസർപ്പദോഷത്തിന് 100 പാല് നടത്തിയാൽ മതി, ചിലതിന് അഷ്ടനാഗ പൂജ ചെയ്യണം, ചിലതിന് പാൽപ്പായസ ഹോമം ചെയ്യണം, ചിലതിന് സർപ്പബലി തന്നെ കഴിക്കണം. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ചിലതാണെങ്കിൽ ഈ 7 മുട്ട, 9 മുട്ട, 11 മുട്ട, വെള്ളികൊണ്ടുള്ള മുട്ടയായി പറയുന്നത് കേട്ടോ, സപ്പരൂപം, ചിത്രകൂടം, അതിൻ്റെ പരിധി, വൃക്ഷപ്രതിമ, ഇതിനകത്തൊക്കെ ആവാഹിച്ച് ചിലപ്പോൾ കൊടുത്താൽ മതിയാവും. ചേർക്കാവുമ്പോഴേ പുരുഷപ്രതിമ, 2 പുരുഷപ്രതിമ അല്ലെ 1 പുരുഷപ്രതിമ, സ്വർണ്ണ നൂല്, അതിനകത്ത് ഈ നൂലിൽ ആവാഹിച്ച് ഈ പുരുഷപ്രതിമയെ കെട്ടി കാളസർപ്പദോഷം കൊടുക്കുന്ന ആൾ സങ്കല്പിച്ച് പറഞ്ഞ പോലെ നിത്യപൂജയുള്ള സർപ്പക്ഷേത്രങ്ങളിൽ കൊടുത്ത് വേണ്ട വഴിപാടുകൾ ചെയ്ത് കഴിയുമ്പോൾ അതുകൊണ്ട് മാറും. ചേർക്കാകുമ്പോഴത്തേക്കും സർപ്പ സൂക്ത ഹോമങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ചേർക്കാകുമ്പോഴേ ഈ സർപ്പദ്രവ്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നാഗവൃക്ഷമാവാം, ചൂരലിൻ്റെ തൈയാവാം, അങ്ങനെയുള്ള ഇതുണ്ട്. നമ്മുടെ കാവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ തൈകളൊക്കെ ദാനം ചെയ്താൽ മാറും. ചേർക്കാണെങ്കിൽ പ്രായമായവർക്ക് വസ്ത്രദാനം, അന്നദാനത്തിലൂടെ മാറും. അപ്പം ദാനത്തിലൂടെ മാറുന്ന വിഷയമുണ്ട്, അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ വഴിപാടോട്ട് മാറുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ കാളസർപ്പദോഷം ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ജ്യോതിഷനെ സമീപിക്കുക. ഈ പറഞ്ഞ വിഷയങ്ങൾ ചെയ്ത് വിഷയം മാറ്റി മുന്നോട്ട് പോവുക. ഇനിയും നിങ്ങളുടെ ഐശ്വര്യത്തിനുള്ള കാലം കടന്നു പോയിട്ടൊന്നുമില്ല. മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തിരികെ പിടിക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.